ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 42-ാം വാക്യം. ക്രിസ്തു ഗലീലിയിൽ നിന്നാണോ വരുന്നത്? ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് അവന് വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ യഹൂദരുടെ തിരുനാളിൻ്റെ ദിവസം ഈശോ ഉറക്കെ സംസാരിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ക്രിസ്തുവായ തന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവ് ഒഴുകുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, ഈശോയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അധികാരികൾ സംശയം പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ കേട്ട തിരുവചനം. ഈശോ ആരാണെന്നും ഈശോ എവിടെ നിന്ന് വരുന്നുവെന്നും ഈശോയെക്കുറിച്ചൊരു തർക്കത്തിൽ നിൽക്കുകയാണ് അവരെല്ലാം. നമ്മൾ ഈ ക്രിസ്മസിനോട് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ദിവസം ഈ തിരുവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈശോയുടെ വരവിനോട് ഇത്രയും പ്രാർത്ഥനാപൂർവ്വം അടുത്ത് ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈശോയെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ സൂക്ഷിക്കുന്നവരാണോ നമ്മൾ ഈ അധികാരികളെ പോലെ? നമ്മുടെ മനസ്സ് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി എത്രമാത്രം പൂർണ്ണമായി ഒരുങ്ങി എന്ന് ആത്മശോധന ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതോ നമ്മളും ഇപ്പോഴും ഈ പലതരം സംശയങ്ങളുമായി നമ്മുടെ മനസ്സിൽ ഈശോയെക്കുറിച്ചുള്ള സംശയങ്ങളുമായി നിൽക്കുകയാണോ? ചില ആളുകൾക്ക് ഇതൊരു വെറും ആഘോഷം മാത്രമാണ്, ചിലർക്കിത് സാന്റാക്ലോസിൻ്റെ വരവാണ്, ചിലർക്കിത് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുന്ന അവസരമാണ്, ചിലർക്കിത് അവധിക്കാലമാണ്, ചിലർക്ക് വീട്ടിലെല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയമാണ്. ഇതൊക്കെ ഈശോ വരുന്നു എന്ന കാര്യത്തിൻ്റെ പുറമേയുള്ള ആഘോഷകാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പ്രധാനമായും നമ്മുടെ ശ്രദ്ധയും താല്പര്യവും പോകാതെ ഈശോയെ സ്വീകരിക്കാൻ, ഈശോ വരുന്നതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഈശോയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുള്ളവരാണോ ഇപ്പോഴും നമ്മൾ? അതെയോ അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം തയ്യാറെടുക്കുകയാണോ? തർക്കിച്ചും സംശയിച്ചും എതിർത്തും അവഗണിച്ചും ഒക്കെ ഇരുന്നവർക്ക് ഈശോയിൽ ദൈവത്തെ കാണാൻ പറ്റാതെ പോയി. അതാണ് നമ്മൾ ഹെറോദേസിലും നിയമജ്ഞരിലും ഫരിസേയരിലും അധികാരികളിലും സത്രം സൂക്ഷിക്കുന്ന ആളുകളിലും ഒക്കെ കണ്ടത്. അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചവർക്ക് അവൻ അനുഗ്രഹമായി, സൗഖ്യമായി, ആശ്വാസമായി യോസേപ്പിതാവിനെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്, ആട്ടിടയന്മാർ, പാപികളായ, രോഗികളായ, ഈശോയുടെ അടുത്ത് ഓടിക്കൂടിയ സാധാരണ ആളുകൾ, ഇവർക്കെല്ലാം ഈശോയിൽ ദൈവത്തെ കാണാനായിട്ട് പറ്റി. ഈ ക്രിസ്തുമസിന് ഈശോ വരുമ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? അത് ഒരു വെറും ആഘോഷം മാത്രമാണോ കാണുന്നത്? അതോ സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണോ കാണുന്നത്? അതോ ഈശോ എന്ന ദൈവത്തെ തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്ന അവസരമായിട്ടാണോ ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? നമുക്ക് എല്ലാ സംശയങ്ങളും ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ച് ദൈവം മനുഷ്യനായി അവതരിച്ച ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കാനും ആ ഈശോയുടെ പിറവി പൂർണ്ണ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ.